Hey guys, welcome back to our channel. അപ്പൊ ഇന്നത്തെ ഡേന്റെ സ്പെഷ്യൽ എന്ത് ചെയ്യറ? ചെറിയൊരു നോമ്പ് തറാക്കിയിട്ടുണ്ട് വീട്ടില്. അപ്പോ എന്റെ പെങ്ങളെ കാവുത്തുന്ന പരിപാടിയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കൊറേ ആൾ ചോദിച്ചു നിനക്ക് സിബ്ലിങ്സ് ഇല്ലേന്നല്ലോ. അപ്പൊ എനിക്ക് ഓനടുക്കം 5 ആള് അല്ലേ? അപ്പൊ അതിൽ ഏറ്റവും ചെറിയൊരാളാണ് കാവ് കുത്തുന്നത്. ഓൾറെഡി ഒരിക്കൽ കുത്തീന്, ഇത് 2ാമത്തെ കുത്തല്. പിന്നെ നോമ്പൊറപ്പിക്കുന്നല്ലേ, അപ്പൊ നമുക്കൊരു ഇതാക്കാൻ വിചാരിച്ച് ഇപ്പൊ നമ്മ ഷെയിന്റെ പൊരുക്ക് പോകുന്നുണ്ട്. കുറച്ച് സാധനമല്ലോ വാങ്ങാൻ. ഫസ്റ്റ് അത് വാങ്ങിട്ടായിട്ട് പോവാലാ. ഫസ്റ്റ് സാധനം വാങ്ങിട്ടായിട്ട് ഉമ്മാക്ക് കൊടുത്തിട്ടായിട്ട് യോനി ആടാക്കിട്ടായിട്ട്. അപ്പൊ അതാണ് ഇന്നത്തെ കഥ. ഞങ്ങക്ക് ഡ്രസ് മേങ്ങണ്ട് ഷെയറ. ഷാനാസ് മാമാന്റെ അവിടെ പോന്നിയാ? പിന്നെ എവിടെ പോന്നേ? ഓന്റെ കുറച്ച് ചൈനീസ് ഭാഷ നമുക്ക് കേൾക്കാം. ഹായ്, വാട്ട്? നോ, വാട്ട് ആർ യു ഡൂയിങ്? ഇപ്പൊ മാറ്റിന്, ഇപ്പൊ ഇംഗ്ലീഷ് ഡയറക്റ്റ് ചൈനീസ്. കാർട്ടൂൺ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. കാർട്ടൂണില് മുണ്ടുന്ന എന്ത് അതെല്ലാം ഓൻ പറയുന്നുണ്ട്, നമ്മ പറയുന്നതല്ല ഓൻ പറയുന്നത്. What are you doing? എന്തിലേക്ക് പപ്പാവും മമ്മാവും ആഡാക്കുന്നു, അതൊരു കോണോ ഇല്ലാക്ക് ബേജാറായി പോട്ടീന്. ഷസ്ലാൻ, what are you doing? How are you? ഇപ്പൊ ബെൽറ്റ് ഇടണോ? ടേക്കാം ബെൽറ്റ് അല്ലേ? ഓക്കെ. അതെന്താ പണ്ടത് ഇല്ല? അല്ല, ഞാൻ ഇട്ടിട്ടുണ്ട്. എത്ര 2 മിനിറ്റ് സമയമുണ്ട്, അതിന്റെ ഉള്ളിൽ അത് പോയിക്കോ. ഷസ്ലാൻ, where are you going? നിങ്ങൾക്ക് മനസ്സിലായാലോ കമന്റ് ആക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ അറിയോ, നമുക്ക് ചില്ലീസിൽ പോകുന്ന ഇവിടെ തന്നെ ഉറപ്പിടയിലുണ്ടാവല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് നോക്കുന്നേ. പാല്, മല്ലിച്ചപ്പ, ഓയില്, തേങ്ങാപ്പാല്, ഫ്രഷ് ക്രീം, സേമിയ, ഗീ, നീരുള്ളി, അങ്ങനത്തെ. ചില്ലീസ് തന്നെ പോന്നോ? അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാം. കുറെ അധികം ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് ആണ് വാങ്ങാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് കാണിച്ചു തരാം. ടാറ്റാ ചില്ലി, ടാറ്റാ, സേ ബൈ. Ha. No. Show your head. Show your head, Shazlan. Nanu നിർത്താത്ത. Show your head. Head കാണിക്ക്. Head എടുത്തു. Yeah. Nose എടുത്തു. Nose. Very good. Ears എടുത്തോ. Ears. Ears. മറന്നു. No, ചെല്ലി. No. No. Clap your hands. High five ആക്ക്. High five ഉമ്മാക്കാക്ക്. വേറെന്ത് ലിസ്റ്റിൽ കഴിഞ്ഞ വേറെന്തറിയും? Hair or the hair. What? That's rickshaw. Auto rickshaw. 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 It's auto. Say auto. ഉമ്മാനെ കിസാക്ക്. അത് മാത്രം അറിയില്ല. അബ്ബാക്കുമാനെ. അബ്ബാക്കടോ ഉമ്മാനെ. ഈ ഇത്ര സമയം മാനിനായിട്ടുണ്ടോ എന്റെ പാമ്പി കണ്ട്. So guys, ഇന്ന് കൊറേ പണി തീർക്കാനുണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോ കാഞ്ഞങ്ങാട് വരെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോ അതിനാൽ തന്നെ നമ്മൾ ഇപ്പോൾ വേറെ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ഷഹിർ
എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല താങ്കൾക്ക്? ഒന്നും പറയാനില്ല ഷെഹീറിന്. ഓക്കെ, അപ്പോൾ നമുക്ക് താങ്ക് യു. എനിക്ക് ഈദ് പർച്ചേസിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ക്യാഷ് തന്നിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എൻജോയ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഓൾക്കെല്ലാവരും ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വ്ളോഗിൽ 2 ദിവസത്തെ വ്ളോഗിന് ഒന്നാക്കിയിട്ട് തട്ടിക്കൂട്ടിയിട്ട് ഒരു വലിയൊരു വ്ളോഗാക്കിയിട്ട് മാറ്റിയിരുന്നത്. പിന്നെ ഓക്കുള്ള ഡ്രസ്സ് എൻ്റെ ഉമ്മാൻ്റെ വകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കുള്ള ഔട്ട്ഫിറ്റെല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട്. നമ്മൾ പരാഗിലേക്ക് വന്നിട്ടുണ്ടായത് മെറ്റീരിയൽ എടുക്കാൻ. അങ്ങനെ മെറ്റീരിയൽ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്കൊരു തീം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ബ്ലാക്കിൽ ഓക്ക് കഫ്താന് സ്റ്റിച്ചാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുത്താൻ പോകുമ്പോൾക്ക് കഫ്താൻ സ്റ്റിച്ചാക്കാം. പക്ഷെ എനിക്ക് അടുത്ത് ഒരു മെറ്റീരിയലും കഫ്താൻ തുന്നുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് വന്ന് ഈ ലേസെല്ലാം എടുത്തിട്ട് വന്നിട്ടായിട്ട് പൊരുക്കെത്തിയിട്ടാകുമ്പോൾ എനിക്ക് എന്തൊരു റാറ്റ് ചെയ്യാന്നില്ല, അതൊരു ടെങ്ങ് പാങ്ങണ്ടാവില്ല പറഞ്ഞിട്ട് അങ്ങനെയുള്ള കഥ. പിന്നെ ഷെയിൻ്റെ പൊരുക്കൊരു സാധനം ആയിട്ട് എത്തിക്കുന്നുണ്ടായിന്, നോമ്പുറക്കാൻ ആയല്ലോ. പിന്നെ കുറച്ച് ഡെക്കോറിന് വേണ്ടിയിട്ട് റിബൺസ് എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മിനിച്ചറിൽ കുറച്ച് പരിപാടി ചെയ്യാൻ വിചാരിച്ച് ഞാൻ മലബാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മലബാറിൽ ഓർ പറഞ്ഞ് റെൻറ്റിന് കൊടുക്കുന്നില്ല, ഉദ്യമ അങ്ങോട്ടെവിടെയോ പോയെങ്കിൽ കിട്ടുമെന്ന്. പിന്നെ അടുത്തേക്ക് പോകാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അത് വിളിക്കി. പിന്നെ എന്തില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിനി. നോമ്പ് തുറയുന്നതിലേക്ക് നമുക്ക് നല്ല പണിയും തിരക്കും സാധനമെല്ലാം വേണ്ടിണ്ടാവില്ലേ. എന്തല്ല കഥ എനിക്കില്ലേ ഒക്കെ കൗത്താൻ പോകുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ്, കേക്ക് കട്ടിങ്ങിന് ഒരു ഔട്ട്ഫിറ്റ് വേണമെന്ന് വലിയ ആശ ഉണ്ടായിന്. ഞാൻ ഓക്കും വേണ്ടിയിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. എന്തെന്ന് പറയട്ടെ, അത് പെർഫെക്റ്റ് ടൈമിന് നമ്മൾ കൗത്താൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ആ സാധനം എൻ്റെ കൈക്ക് കിട്ടി. ഞാൻ എന്താക്കി അതിനെ എടുത്തിട്ട് ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയില്ലേ ബാങ്ക് കൊടുക്കാനാകത്ര സമയം തന്നെ ബാക്കി ഉണ്ടായിരുന്നത്. വേറെ ഒരു ജ്വല്ലറി ഓപ്പൺ ഇല്ല. അങ്ങനെ ഈ ഒരു ജ്വല്ലറിയിൽ കയറിയിട്ട് കാതൂത്തുന്നുണ്ട്. ഓൾറെഡി ഒരിക്കൽ കുത്തിയിട്ടില്ല, അത് അടിഞ്ഞു പോയത്, പെട്ടെന്ന് അടിഞ്ഞു പോയിന്. പിന്നെ നമ്മൾ വിചാരിച്ച് അന്ന് ആ വലിയ സെലിബ്രേഷൻ ഇപ്പം നമ്മൾ വലിയ സെലിബ്രേറ്റ് ആക്കുന്നില്ല, നോക്ക് ഈദിൻ്റെ ടൈമിന് കുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാതെല്ലാം കുത്തിയിട്ട് പൊരുക്ക് വന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കഥയിൽ ഞാൻ കുറച്ച് തിരക്കിൽ ഞാനില്ലാന്നുണ്ടെങ്കിൽ തിരക്ക് പോലാക്കിയിട്ടെല്ലാം ഇങ്ങനെ ഭയങ്കര തിരക്കുണ്ട് എന്നുള്ള മട്ടിൽ ഞാൻ ആക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ പണിയെടുത്തു എന്ന് അറിയാനും വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് സെറ്റപ്പ് ആക്കുന്നുണ്ട്. അല്ലപ്പം ഞാൻ കുറച്ചധികം പണിയെടുത്തിന്, അത് വേറെ കഥ. അങ്ങനെ നമ്മൾ ഫ്രോസൺ വാങ്ങിയിട്ട് അതെല്ലാം ഫ്രൈ ആക്കിയതാ. അപ്പോൾ അതെല്ലാം കഥ. അങ്ങനെ എല്ലാ സാധനവും സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും വരാൻ ടൈം ആയില്ലേ, ബാങ്കെല്ലാം കൊടുക്കുമ്പോഴേക്കെല്ലാം സെറ്റാണ്ട് എലിയിട്ടില്ലേ ചടപട ഷെയർ എടുക്കെടുക്ക് ടൈം നോക്കിയിട്ടെല്ലാം പറയുന്നുണ്ട്. ആയി എന്നെല്ലാം ചെല്ലുന്നുണ്ട്. നീ നല്ലോണം ഇവല്ലേ നമുക്ക് സമയമില്ലാത്ത സമയമില്ലേ, ഇപ്പം സമയം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കില്ലേ നമുക്ക് പിക്കറാന്നവ ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആവല്. ഇത് സമയം അറിയണേ വേണം, അത് വേറെ കഥ. അങ്ങനെ പിന്നെ കേക്കെല്ലാം എത്തിയിട്ടുണ്ടതിന്. അപ്പം ഇങ്ങനെ നോമ്പ് മുറിക്കാനുള്ള ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ എല്ലാവരും ഒത്തില്ല ഒരു നോമ്പ് തുറയായിരുന്നു. അങ്ങനെ ഞാനും ബിയും നോമ്പ് തുറക്കുന്നുണ്ട്. എന്ത് തോന്നണ്ടേന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടാ. കാരണം വിശന്നിട്ട് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്ന അടി മുന്നേ നമ്മൾ വിചാരിക്കും അത് തിന്നണോ ഇത് തിന്നണോ. നോമ്പ് തുറന്നിട്ടാകുമ്പോൾ നമുക്ക് അതൊന്നും തോന്നാനുള്ള ഒരു മൂഡും ഉണ്ടാകുന്നില്ല. അതാണ് എപ്പോൾ നടിക്കൽ. പിന്നെ എൻ്റെ എൻ്റെ പുരയിൽ നിന്ന് ഡ്രസ്സും കേക്കായിരുന്നു ഗിഫ്റ്റായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് ഉണ്ടായിന്. പിന്നെ ഞാനാണ് ഡെക്കോറാക്കിയത് ബാക്കിൽ. സിമ്പിൾ ഓക്കെ, അങ്ങനത്തെ എല്ലാം ഒരു പ്രാന്തല്ലേ, അങ്ങനെ സിമ്പിൾ. അപ്പോൾ ഇതാണ് ഓൾ ഔട്ട്ഫിറ്റ്. എനിക്ക് കേക്ക് കട്ടാക്കുമ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ഇഷ്ടമായി. എൻ്റെ ഉമ്മ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായത് കൊണ്ട് തന്നെ എനിക്കതും ലൈക്കായി. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ
ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ എൻ്റെ വൈഫ് പൊണ്ടാട്ടിക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവളെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. എന്തല്ല ഒരു iPhone 16 Pro Maxും പിന്നെ ഒരു ഗിംബൽ, അവളെ ഫേവറേറ്റ് ആണ് ഗിംബൽ. അപ്പോൾ DJI Osmo Mobile 7P ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് നമുക്ക് അവളെ റിയാക്ഷനും കൂടി ഒന്നെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് നിൽക്കുള്ളത് പെട്ടെന്നില്ല ഓന് കൊണ്ടു തന്നിട്ട് അമ്മക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിട്ട. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിചാരിച്ചു എന്ത് സംഭവം എന്നൊക്കെ അറിഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചധികം റീക്രിയേറ്റ് ആക്കിയതാണ്. വേറൊരു വീഡിയോ ഇൻസ്റ്റാൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് ഞെക്കുന്നില്ലെങ്കിലില്ലേ അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ സർപ്രൈസ് വരുന്നില്ലല്ലോ. എനിക്ക് ചിരി വന്നിട്ട് കഴിയുന്നുണ്ടായിട്ടാ. ഞാൻ കുറേ ചിരിച്ചിട്ട് ലാസ്റ്റ് സെറ്റായ ഒരു വീഡിയോ ആണിത്. ഷിസിക്ക് ഷെയിൻ്റെ വക ഒരു മാല ഉണ്ടായിന്, ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല ചെയിലുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞ് അത് കെട്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവൾക്കൊരു മാല എല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഇത് ഷെയ്ഷാമിനെ പിടിച്ചിട്ട് ഓനൊന്ന് സമാധാനമാക്കുന്നുണ്ട്. ഭയങ്കര പ്രഷറായി പെട്ടെന്ന്. അങ്ങനെ ഞാനത് എടുത്തിട്ട് നോക്കുന്നതും ഇതാക്കുന്നെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഫോണ് അൺബോക്സിലാക്കലായി. അങ്ങനത്തെ എല്ലാം ഭയങ്കര ഒരു മജേറിയ നിമിഷമായിരുന്നു അത്. പിന്നെ ഈ ഒരു ഗിംബിലില്ലേ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബാണുന്ന്. ഒരിക്കലും നമ്മളില്ല ഇത് ഓർഡർ ആക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. എന്നിട്ട് ഇത് എന്തോ ഒരു അങ്ങ് ശരിയാണെന്നുണ്ടായിട്ട് അത് ഇതല്ല, ഇതിനായിട്ട് കുറച്ച് ബാക്ക് വേർഷന് ഇത് ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. വജാന്നായിപ്പോയി. പിന്നെ ഡിന്നറെല്ലാം കഴിച്ചിട്ടില്ലേ ഇത് അവിടുന്ന് ഇറങ്ങി. അത് കഴിച്ചിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ കസ്റ്റർഡ് എല്ലാം തന്നിട്ടായിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബൈ.